ടീനേജ് കുട്ടികളുടെ കാര്യത്തിൽ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ റിലേഷൻഷിപ്പ് സ്മൂത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും ആദ്യം കറക്ഷൻ നടക്കേണ്ടത് പേരൻറ്റിൽ തന്നെയാണ്. കാരണം പേരൻ്റാണ് മെച്യൂർഡ്. കുട്ടികൾ അത്ര മെച്യൂർഡ് അല്ല. മെച്യൂർഡ് അല്ലാത്ത കുട്ടികളെ നമ്മൾ വളരെ മെച്യൂരിറ്റിയോടെ കൈകാര്യം ചെയ്യണം. പല പേരൻസും പറയാറുണ്ട്, സാറേ ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ കുട്ടിക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് കാർഡിനൽ തിങ് ഹിയർ. കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കുട്ടിക്ക് ആ ആ ആ പേരൻറ്റിനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതാണ് പ്രധാനം. ആ പേരൻറ്റിൻ്റെ ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ടോ? ആ പേരൻറ്റിൻ്റെ ഒരു വൈകാരിക അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ആ ബന്ധത്തിൽ ഒരു സെക്യൂർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ബന്ധത്തിലൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ബന്ധത്തിലൊരു റെക്കഗ്നീഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെ വരുമ്പോഴാണ് കുട്ടിയും പേരൻറ്റും തമ്മിൽ നല്ല ഒരു സ്മൂത്ത് ബന്ധത്തിലേക്ക് വരുള്ളൂ. യു റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ്. പേരൻ്റ് അതിനു വേണ്ടി ഒരു അല്പശ്രമം കൂടുതൽ എടുക്കേണ്ടി വരും. പലപ്പോഴും പേരൻസൊക്കെ ചോദിക്കാറുണ്ട്, എല്ലാവരും പേരൻറ്റിനെയാണല്ലോ കുറ്റം പറയുന്നത്. വേറൊന്നും കൊണ്ടുമല്ല, നമുക്ക് കുട്ടികൾ ഇമ്മച്ചുവേർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരിൽ നിന്ന് വലിയൊരു മെച്യൂരിറ്റി പ്രതീക്ഷിക്കുന്നതിന് പകരം നമ്മൾ മെച്യൂർഡായി അവരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പേരൻറ്റിങ് രീതി.